മുഖ്യമന്ത്രി ചർച്ച പുരോഗമിക്കുന്നതിനിടയിൽ സംസ്ഥാനത്ത് ഇന്നും ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ വയനാട് DCCക്ക് മുന്നിലും കോഴിക്കോട് കാരശ്ശേരിയിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നത് വളരെ ശ്രദ്ധേയമായി. ആരാണ് ഒട്ടിച്ചതെന്നറിയില്ല, പക്ഷേ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ജനഹിതം അട്ടിമറിച്ച് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ കോഴിക്കോട് കോട്ടൂരിൽ കോൺഗ്രസിന്റെ കൂട്ടരാജി ഉണ്ടാകും എന്നടക്കമുള്ള പ്രഖ്യാപനങ്ങൾ. മുഹമ്മദ് ഷഹീദുണ്ട്. ഷഹീദ്, അന്തരീക്ഷം ഇന്ന് ഏത് നിലയിലായിരുന്നു? ഇപ്പോൾ പോസ്റ്റർ യുദ്ധമൊക്കെ പലയിടത്തും ഉണ്ടാകും, നേരത്തെയും ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ ഒന്ന് രണ്ടിടങ്ങളിലുണ്ടായിരുന്നു. അത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എതിരെ കൂടി എന്ന നിലയിലേക്ക് വന്നിട്ടുണ്ടല്ലോ. വലിയ വിജയം നേടിയ മലപ്പുറത്തെയും കോഴിക്കോട്ടെയും ഒക്കെ അവസ്ഥ എന്താണ്? രതീഷ്, പരസ്യ പ്രതിഷേധം അല്ലെങ്കിൽ പരസ്യ പഠനം പ്രത്യേകിച്ചും VD സതീശിനെ അനുകൂലിച്ചുള്ള പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അത്തരം പ്രകടനങ്ങൾ വേണ്ട എന്ന തീരുമാനം കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനമെടുത്തു. അതിനുശേഷം അത്തരം പ്രകടനങ്ങളില്ല. പക്ഷേ ഇപ്പോഴും ജനങ്ങൾ വലിയ തോതിൽ ഇതിൽ അസ്വസ്ഥരാക്കുന്നു എന്നുള്ളതിന് തെളിവായി നമുക്ക് ഈ പോസ്റ്റർ യുദ്ധം പ്രധാനമായും ഇപ്പോൾ തുടരുന്നത് കാണാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മുഖ്യമന്ത്രി അനിശ്ചിതത്വം പ്രത്യേകിച്ചും KC വേണുഗോപാലിന് അനുകൂലമായി ACC നേതൃത്വം നിൽക്കുന്നു എന്നുള്ളൊരു പ്രതീതി, ഇത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന അസ്വസ്ഥത എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ പ്രതിഫലനമാണ് നമുക്കൊരുപക്ഷെ പ്രത്യേകിച്ചും കോൺഗ്രസ് പ്രവർത്തകരിൽ, അത് കോൺഗ്രസ് പ്രവർത്തകരാണോ ആരാണ് ഒട്ടിച്ചതെന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല. പക്ഷേ DCC ഓഫീസിന് മുമ്പിൽ, ഒപ്പം തന്നെ കോഴിക്കോട് കാരശ്ശേരിയിലെ MP ഓഫീസിന്, മുക്കത്തുള്ള MP ഓഫീസിന് മുമ്പിൽ, വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായുള്ള പ്രിയങ്ക ഗാന്ധിയുടെ MP ഓഫീസിന് മുമ്പിലൊക്കെയാണ് ഇത്തരം പോസ്റ്ററുകൾ വന്നത്. അതായത് KC വേണുഗോപാലിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് KC വേണുഗോപാൽ നിങ്ങളുടെ പെട്ടി ചുമക്കുന്ന ആളായിരിക്കും, പക്ഷേ വയനാട് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് അതിന്റെ ബാധ്യതയില്ല, വയനാട് സുരക്ഷിത മണ്ഡലമാണെന്ന് കരുതി ഇനി വയനാട് ചുരം കയറേണ്ടതില്ല, വയനാടിനെ മറന്നേക്കൂ എന്നൊക്കെ പറഞ്ഞുള്ള അതിരൂക്ഷമായ വിമർശനമാണ്. അത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എതിരെയാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരെ മുനവെച്ചുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കേരളത്തിൽ ഈ രാഹുൽ പ്രിയങ്കയൊക്കെ കേരളത്തിൽ വലിയ ആവേശത്തോടുകൂടി കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ഒക്കെ ഏറ്റെടുക്കുന്ന നേതാക്കന്മാരാണ്. വലിയ ഭൂരിപക്ഷത്തിന്, 4 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിന് പ്രിയങ്കയെ ജയിപ്പിച്ചതാണ്. രാഹുൽ ഗാന്ധിയൊക്കെ ജയിപ്പിച്ച വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ സ്ഥലങ്ങളിലാണ് ഇങ്ങനെ പ്രതിഷേധം പോസ്റ്റർ രൂപത്തിൽ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിരൂക്ഷമായ വികാരം ജനങ്ങൾക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഒരു സ്ഥലത്ത് നിൽക്കുന്നു. ഒപ്പമാണ് ഈ കോട്ടൂർ പഞ്ചായത്തിൽ, അവിടെ ഇത്തവണ അട്ടിമറി, കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടിയ ഒരു പഞ്ചായത്താണ്, UDF പിടിച്ചെടുത്ത പഞ്ചായത്താണ്. അവിടെ 2ാം വാർഡ് കമ്മിറ്റിയാണ് ഈ KC വേണുഗോപാലിനെ, അല്ലെങ്കിൽ ആ തരത്തിൽ ആണ് തീരുമാനം ഹൈക്കമാൻഡിൻ്റെത് വരുന്നതെങ്കിൽ, മുഖ്യമന്ത്രിയാക്കാനാണ് തീരുമാനമെങ്കിൽ വാർഡ് കമ്മിറ്റി പിരിച്ചുവിടാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് ആ കമ്മിറ്റി യോഗം ഇന്നലെ അവിടെ ചേരുകയുണ്ടായി. അങ്ങനെ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ പോകുന്നു. ഇങ്ങനെ പ്രതിഷേധം പോസ്റ്ററുകളായി വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വടക്കൻ കേരളത്തിൽ വടകര MP ഷാഫിക്കെതിരെ കൂടി അതിരൂക്ഷമായ വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ മേഖലയിലെ പല മണ്ഡലങ്ങളിലും ഷാഫി ഇഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ വലിയ റോഡ് ഷോകളായിരുന്നല്ലോ കേരളത്തിലാകെ സംഘടിപ്പിച്ചിരുന്നത്. ഷാഫിക്കെതിരെ എന്താണ് ഈ വികാരം? അതേ തരത്തിൽ പ്രകടിപ്പിക്കപ്പെടുന്നു? അത് സമൂഹ മാധ്യമങ്ങളിലുള്ളത് മാത്രമാണോ, അതോ അല്ലാതെ ഉണ്ടോ? നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം സമൂഹ മാധ്യമങ്ങളിലും ജനങ്ങൾ കഴിഞ്ഞ ദിവസം നാദാപുരം മണ്ഡലം അവിടെ വിജയിച്ച UDF സ്ഥാനാർത്ഥി അഭിജിത്തിനെ പരസ്യമായി ആളുകൾ ചോദ്യം ചെയ്യുന്നൊരു ദൃശ്യം പുറത്തു വന്നിരുന്നു. അതുൾപ്പെടെ ആ മേഖലയിൽ ഉൾപ്പെടെ പല മണ്ഡലങ്ങളിലും ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ വലിയ രോഷം ഷാഫിക്കെതിരെ ഉയരുന്നു. പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്, ഷാഫി മുൻകൈയെടുത്താണ് ഈ പല MLA-മാരെയും KC വേണുഗോപാലിന് അനുകൂലമായ ഒരു നിലപാടെടുപ്പിക്കുന്നതിൽ പങ്കുവഹിക്കുന്നത്. ഷാഫിക്ക് അതിൽ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട്. ഇങ്ങനെ ജനവികാരത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ഷാഫി മുൻകൈയെടുത്ത് നടത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം. UDF പ്രവർത്തകരുടെ, അത് കോൺഗ്രസ് പ്രവർത്തകരുടെയും മുസ്ലിം ലീഗ് പ്രവർത്തകരുടെയും ഒക്കെ ഉണ്ട്. ഷാഫി അവിടെ മത്സരിച്ചപ്പോൾ, പാർലമെന്റിൽ മത്സരിക്കാനെത്തിയപ്പോഴും നിയമസഭാ മത്സരങ്ങളിലൊക്കെ അവിടെ UDF പ്രവർത്തകർ ഒന്നാകെ, അത് കോൺഗ്രസ് ലീഗ് വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ഷാഫിക്ക് പിന്തുണ അർപ്പിക്കുകയും ഷാഫി ആ തരത്തിൽ ആഘോഷിക്കുകയൊക്കെ ചെയ്തതാണ്. ഇതേ പ്രവർത്തകരാണ് ഇപ്പോൾ നേരെ തിരിഞ്ഞിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ പ്രകടമാണ്, അല്ലാതെയും ചില അസ്വാരസ്യങ്ങൾ പല ഭാഗങ്ങളിലും നിന്നും ഉയരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഏതായാലും ആകെ കലങ്ങിയിരിക്കുകയാണ് കോഴിക്കോട്ടെയും വടക്കൻ കേരളത്തിലെയും ആകെ അന്തരീക്ഷം.